അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യം, നീതി, നന്മ തുടങ്ങിയ ഉത്തമ ഗുണങ്ങളുള്ള ഒരു സമൂഹമായി നിലകൊള്ളണമെന്നാണ് അള്ളാഹു ഖുർആനിലൂടെ മനുഷ്യനെ ഉത്ബോധിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് പ്രവാചകന്മാർ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദീൻ സ്ഥാപിതമാവുന്നത്. ഇത്തരം ഗുണങ്ങൾ സമൂഹത്തിൽ, വ്യക്തികളിൽ ഉണ്ടാവുമ്പോഴാണ് ഒരു ഉത്തമ സമൂഹം ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ഒരു ഉത്തമ സമൂഹത്തിലെ വ്യക്തികളിൽ ഉണ്ടായിരിക്കേണ്ട സുപ്രധാനമായ ചില സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഇനിയുള്ള 20ഓളം ആയത്തുകളിൽ പറയുന്നത്. അതിൽ പരമപ്രധാനവും വളരെ അടിസ്ഥാനപരവുമായ കാര്യമാണ് ഏകദൈവ വിശ്വാസം. നീതിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വശമാണ് അള്ളാഹുവിനെ മാത്രം ദൈവമായി അംഗീകരിക്കുക എന്നത്. കാരണം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അന്നം തരുന്നതും അള്ളാഹുവാണ്, പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. വേറെ ആർക്കും ഇതിലൊന്നും ഒരു പങ്കുമില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്ഥാനം മറ്റുള്ളവർക്ക് നൽകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനീതി. അള്ളാഹുവിൻ്റെ സ്ഥാനം അള്ളാഹുവിന് മാത്രം നൽകി അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതാണ് നീതിയുടെ പരമപ്രധാനമായ വശം. ഈ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഇക്കാര്യത്തിൽ നീതി നിഷേധം കാണിക്കുന്നുവെങ്കിൽ, അതായത് അള്ളാഹുവിനൊപ്പം ആരെയെങ്കിലും ദൈവമായി പങ്കു ചേർക്കുന്നുവെങ്കിൽ അതിന് കടുത്ത ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഈ നിർദ്ദേശങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് പഠിക്കുന്ന 22ാമത്തെ ആയത്തിൽ പറയുന്നത്. ലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖറ. അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ, ദൈവത്തെ താങ്കൾ ആക്കരുത്. ഇവിടെ താങ്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഖുർആൻ മനുഷ്യർക്ക് വേണ്ടി സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. മനുഷ്യനോട് കൽപ്പിക്കുന്നതും വിരോധിക്കുന്നതുമായ പല കാര്യങ്ങളും ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ശൈലിയിലാണ് പറയുക. അതുപോലെയാണ് ഇവിടെയും. ലാ തജ്അൽ, താങ്കൾ ആക്കരുത്, താങ്കൾ സ്വീകരിക്കരുത്, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, ഇലാഹൻ ആഖറ, മറ്റൊരു ഇലാഹിനെ. ഇലാഹ് എന്നാൽ ദൈവം എന്നാണ് പരിഭാഷപ്പെടുത്താറുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ദൈവമില്ല എന്ന തൗഹീദിൻ്റെ വചനമാണ് നമ്മുടെ ആദർശത്തിൻ്റെ കാതൽ. ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന വിചാരത്തോടെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നതിൻ്റെ താല്പര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ മറഞ്ഞ വഴിയിലൂടെ എന്നെ സഹായിക്കാനോ എനിക്ക് മനസ്സമാധാനം തരാനോ എൻ്റെ പ്രയാസങ്ങൾ നീക്കാനോ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന വിചാരത്തോടെയാണ് ഒരാൾ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ ദിവസവും ഒരുപാട് പ്രാവശ്യം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നതിലൂടെ അതാണ് വാസ്തവത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വിപരീതമായി അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ദൈവങ്ങളെ പങ്കാളികളാക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഫതഖഉദ, അപ്പോൾ താങ്കൾ ഇരിക്കേണ്ടി വരും, അപ്പോൾ താങ്കൾ ആയിത്തീരും. അങ്ങനെ ചെയ്യുന്ന മനുഷ്യർ ആയിത്തീരും മദ്മൂമൻ, നിന്ദിക്കപ്പെട്ടവനായി, മഹ്ദൂലൻ, ഒറ്റപ്പെടുത്തപ്പെട്ടവനായും. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയും അക്രമവുമാണ് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിനോടൊപ്പം ദൈവത്തിൻ്റെ സ്ഥാനം നൽകുക എന്നത് ആമുഖത്തിൽ പറഞ്ഞല്ലോ. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവർ അന്ത്യനാളിൽ എല്ലാവരാലും ആക്ഷേപിക്കപ്പെടുമെന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമെന്നും ആ ശിക്ഷയുടെ സമയത്ത് അയാളെ സഹായിക്കാനോ പിന്തുണക്കാനോ ആരുമില്ലാതെ അയാൾ ഒറ്റപ്പെടുത്തപ്പെടുമെന്നുമാണ് മദ്മൂമൻ മഹ്ദൂല എന്ന് പറയുന്നതിൻ്റെ ആശയം. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് മാത്രം വിധേയപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്ന തൗഹീദിനെ കുറിച്ച് പറഞ്ഞ ശേഷം മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് തുടർന്നു വരുന്നത്. ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമായിട്ടുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യം പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറയുന്ന ആയത്തുകൾ ആവർത്തിച്ചു വന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്.
മാതാപിതാക്കളെ പരിചരിക്കുന്ന കാര്യം എന്തുമാത്രം ഗൗരവത്തോടു കൂടിയാണ് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത് എന്ന് അതിൽ നിന്ന് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് അക്കാര്യം പറയുന്ന ആയത്തുകൾ നാളെയും മറ്റന്നാളുമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.